വയനാട് സുഗന്ധഗിരിയിൽ വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അർദ്ധരാത്രി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ കുരുക്കിലാക്കി ശബ്ദരേഖ. പരാതിയിൽ നിന്ന് പിന്മാറാൻ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രതീഷ് കുമാറിന്റെ സംഭാഷണമാണ് പുറത്തുവന്നത്. കേസിന് പോകാതിരുന്നാൽ എന്തു ചെയ്യാനും തയ്യാറാണ് എന്ന് രതീഷ് കുമാർ അതിജീവിതയോട് പറയുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ സാറോട് ഇടപഴകിക്കൊണ്ടിരുന്നത്. ഞാനവിടെ ഒന്നും ഇരുന്നില്ല. അതിലാണ് എനിക്ക് പറ്റിപ്പോയത്. അവിടെ വന്ന് വരരുതായിരുന്നു, റീല് കാണാൻ നിൽക്കരുതായിരുന്നു. കേട്ട് സോറി, കേട്ട് കൈകട്ടെ തീരുമാനമാക്കാം. എന്തായാലും ഒരു തീരുമാനം വേണമല്ലോ. കാര്യം എനിക്ക് അത്രയും വിഷമം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ സ്വഭാവത്തിനനുസരിച്ചില്ല. ഞാൻ ഒരാളോട് ഫ്രീ ആണെങ്കിൽ അത്രയും ഫ്രീ ആയിട്ട് ഞാൻ നിൽക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ സാറ് ഞങ്ങളൊരു മേലുദ്യോഗസ്ഥനാണ്. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനും ഇതുവരെ പെരുമാറി ഇപ്പൊ എനിക്ക് നിന്നെ നോക്കാൻ കഴിയുന്നില്ല. വേറെ പോയാലും അതേ രീതി തന്നെയല്ലേ. എന്നിട്ട് കാല് പിടിക്കുക. എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞു. നമ്മൾ രണ്ടിൻ്റെ വെച്ച് തീർക്കും. എനിക്ക് രാവിലെ ഒട്ട് ഞാൻ അതല്ല പറഞ്ഞു. ഒന്നും ഉറങ്ങിയിട്ടില്ല. രാവിലെ ഞാൻ അതാവാം വീട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നെ വിളിച്ചത്. ആ വഴി പോകാൻ വേണ്ടിയായിരുന്നു. നമ്മള് നൈറ്റ് അങ്ങനെ നിൽക്കുന്നതാണ്. നമുക്കത് വിഷയമല്ല. ഇപ്പൊ സുനിൽ സാറൊക്കെ അമ്മമാര് വെള്ളം അടിച്ചിട്ട് നിൽക്കുന്നതാണ്. വിനീത് സാറ് നിൽക്കാറുണ്ട്, രവി സാറോട് നിൽക്കാറുണ്ട്. എനിക്ക് ഞാനൊന്നും നോക്കാതെ ഞാൻ ജീവിക്കുന്നത്. എനിക്കതൊരു വിഷയമുള്ളതല്ല. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. കമൽ, എന്തു ചെയ്യാനും തയ്യാറാണ് ഈ പരാതി പിൻവലിച്ചാൽ എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായും അതിനകത്തൊരു കുറ്റസമ്മതം കൂടിയുണ്ട്. വളരെ നിർണായകമായ ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇരയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുകയാണ്. മധു, അതുതന്നെയാണ്. ഇതൊരു കുറ്റസമ്മതം ശബ്ദരേഖയിലുണ്ട്. കാരണം എന്ത് ചെയ്യാനും തയ്യാറായി എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. കൽപ്പറ്റ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ സെക്ഷൻ ഓഫീസിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഫോറസ്റ്റ് ഓഫീസർക്ക് നേരെയാണ് ഈ പീഡനശ്രമം ഉണ്ടായത്. ഡ്യൂട്ടിയിൽ അവർ ഓഫീസ് റൂമിലിരിക്കുമ്പോൾ ഈ പ്രതിയായ ആൾ വന്ന വാതിൽ കുറ്റിയിട്ട് അവരെ ശാരീരിക അതിക്രമത്തിന് മുതിർന്നു എന്നുള്ളതാണ് പരാതി. ആദ്യം തന്നെ അവർ വനംവകുപ്പിൽ പരാതി നൽകിയിരുന്നു. ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അത് പരിശോധിക്കുകയും അത് തുടർ നടപടികൾക്കായി ശുപാർശ ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടം എന്ന നിലയിൽ ഇയാളെ അവിടെ നിന്ന് സ്ഥലം മാറ്റി. പക്ഷേ മറ്റ് വകുപ്പ് തല നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്വേഷണം നടക്കുന്നു, കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വനംവകുപ്പ് പറയുന്നു. മാത്രമല്ല, ഈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഫോറസ്റ്റ് ഓഫീസ് വരുന്നത്. പടിഞ്ഞാറത്തറ പോലീസിൽ പരാതി നൽകി FIR ഇട്ടെങ്കിലും ഈ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദരേഖ കുറ്റസമ്മതം എന്ന നിലയിൽ അതിൻ്റെ ഒതന്റിസിറ്റി, ആ ശബ്ദമൊക്കെ ഒരുപക്ഷെ തെളിവായി സ്വീകരിക്കണമെങ്കിൽ മറ്റു പരിശോധനകൾ നടത്തേണ്ടി വരും. പക്ഷേ എന്തായാലും ഈ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ കുറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം.